അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ആദ്യം വേണ്ടുന്നത് 1 കപ്പ് പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്യണം. പഞ്ചസാര ക്യാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരണം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പിൽ കൂടുതലുണ്ട് വാൽനട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏതെങ്കിലും നിങ്ങൾക്കിഷ്ടമുള്ള ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പറിലോ സിലിക്കോൺ ഷീറ്റിലോ ഏതിലെങ്കിലും മാറ്റിയാൽ മതി. ഇനി ഇത് നല്ലതായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കണം. ഇത് 10-20 മിനിറ്റ് എടുക്കും ഇത് തണുത്ത് കിട്ടാനായിട്ട്. തണുത്ത് കഴിയുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിലാണെങ്കിൽ ലെഫ്റ്റിലോട്ടുള്ള ബട്ടണിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി വേറൊരു പാനിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് ക്യാരമലാകുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. പഞ്ചസാര ക്യാരമലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂട് പാൽ ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ചൂട് പാൽ. ചൂട് പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പഞ്ചസാര ഈ പരുവത്തിലായി കിട്ടും. ഇതിനി നല്ലതായിട്ടൊന്ന് മെൽറ്റായി വരണം. ഫ്ലെയിം കൂട്ടിയിടരുത്, നല്ലതായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പം നല്ലതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ ഇതിൽ നന്നായിട്ട് മെൽറ്റായി വരണം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഒരു 1/4 കപ്പ് പാലിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ തന്നെ മിക്സാക്കി എടുക്കണം. ഇനി ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കോൺഫ്ലവർ. ചേർത്തതിന് ശേഷം ഇത് റൂം ടെമ്പറേച്ചറിലായി കഴിയുമ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഫ്രീസറിലാണെങ്കിൽ ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. അന്നേരം ഈ സോസ് ഒന്ന് തിക്കായി കിട്ടും, കാരമൽ സോസ്. ഈ കാരമൽ നട്ട്സ് ഇനി ഇതൊന്ന് ഒടിച്ചെടുക്കാം. ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഇനി ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് 600 ml വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് പൗഡറോ ഐസ്ക്രീം മിക്സോ ഒക്കെ യൂസ് ചെയ്യാം ഇതിന് പകരമായിട്ട്. ഇനി ഇത് നല്ല സ്റ്റിഫ് ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 400 ml കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ആ ടോഫി സോസാണ്, കാരമൽ സോസ്. അതിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്നെടുത്ത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതൊന്ന് തിക്കായി വരും. അതിൻ്റെ ബാക്കി ഇരിക്കുന്ന സോസും ഈ ക്രഷ് ചെയ്ത നട്ട്സും കൂടെ സെർവ് ചെയ്യുമ്പം മുകളിൽ ഐസ്ക്രീമിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ക്രഷ് ചെയ്തേക്കുന്ന കാരമൽ നട്ട്സ് പകുതി ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
അതിൻ്റെ അടിയിൽ ആദ്യം ക്രഷ് ചെയ്ത നട്ട്സ്, കാരമൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം. പകുതി ഐസ്ക്രീം മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ട് ചെറിയൊരു ഡിസൈൻ പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും കാരമൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ബാക്കിയുള്ള ഐസ്ക്രീം മിക്സ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലും കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിലും ചെറിയൊരു ഡിസൈൻ പോലെ ആക്കി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒന്ന് കവർ ചെയ്തിട്ട് ഇതൊരു ഫ്രീസറിൽ 12 തൊട്ട് 15 മണിക്കൂർ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതിൻ്റെ മുകളിൽ നട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്, കാരമൽ നട്ട്സ്. ഇനി ഇതൊന്ന് ക്ലിങ് ഫിലിം കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഫ്രീസറിൽ 15 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം, 12 തൊട്ട് 15 മണിക്കൂർ വരെ. അപ്പോൾ ഇത് 15 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഒരു ഓവർനൈറ്റ് കഴിഞ്ഞതാണിത്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. നല്ല ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്, അതേ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കാരമൽ സോസും നട്ട്സ് വേണ്ടവർക്ക് ആ ക്രഷ് ചെയ്തേക്കുന്ന നട്ട്സും ഒക്കെ ഇട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.